കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ രൂക്ഷമായിരിക്കെ KPCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് ഇന്നലെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യം ഉന്നയിച്ചു. കൂടുതൽ എംപിമാരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് കൊടിക്കുന്നിൽ അവകാശപ്പെട്ടു. ബിനിൽ ലീല സാബു ചേർന്ന വിവരങ്ങളുമായി. ബിനിലെ, കൊടിക്കുന്നിൽ സുരേഷിന് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ആഗ്രഹമുള്ളതാണ്, അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ ബെന്നി ബെഹൻലാനിലേക്കായിരുന്നുവല്ലോ പേരുകൾ ഒരു കാര്യങ്ങൾ കേന്ദ്രീകരിച്ചിരുന്നത്. അദ്ദേഹം അധ്യക്ഷനാകും എന്ന തരത്തിൽ നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. നമ്മൾ പോലും അത് പുറത്തുവിടുകയും ചെയ്തതാണ്. നിലവിൽ ഇദ്ദേഹം ഉന്നയിക്കുന്ന വീണ്ടും ഈ ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഇക്കാര്യത്തിൽ അദ്ദേഹവുമായി ആലോചിക്കുകയോ ഒരു സമവായത്തിൽ എത്തുകയോ ചെയ്തിട്ടില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശ്യാമിലി, ഇക്കാര്യത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെ പരിഗണിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒരു കാര്യം കൂടി ഖാർഗെയുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെയാണ് ഖാർഗെയെ നേരിട്ട് അദ്ദേഹം കണ്ടത്. 1 മണിക്കൂറോളം ആ കൂടിക്കാഴ്ച നീണ്ടു. അതിലാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ താൻ അർഹനാണ്, അത് പരിഗണിക്കണമെന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ചത്. നേരത്തെയും സമാനമായ ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പറയുന്ന കാര്യം കൂടുതൽ MPമാരുടെ പിന്തുണ തനിക്കുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ സംവരണ മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാനായി 11ഇടത്ത് UDF-ന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള പരിഗണന തനിക്ക് വേണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. നിലവിൽ 4 പേരുടെ പേരുകൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബെന്നി ബെഹനാനാണ്. ഇപ്പോൾ VD സതീശനാണ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതെങ്കിൽ ബെന്നി ബെഹനെ പരിഗണിക്കില്ല എന്നൊരു അഭ്യൂഹം അല്ലെങ്കിൽ ഒരു പ്രചാരണം കൂടി ആ രീതി നടക്കുന്നുണ്ട്. രണ്ടാമത് ആന്റോ ആന്റണി, ഷാഫി പറമ്പിൽ അടക്കം ആ രീതിയിൽ പരിഗണിക്കുന്ന പേരുകളാണ്. എങ്കിൽ പോലും ബെന്നി ബെഹനെയാണ് പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ആവശ്യവുമായി കൊടിക്കുന്നിൽ സുരേഷ് എത്തുന്നത്. കൊടിക്കുന്നിൽ പറയുന്ന ഒരു കാര്യം, നേരത്തെ 2020-ലാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പുറത്താക്കുന്നത്. ആ സമയത്ത് UDF-ന്റെ കൺവീനറായിരുന്നു. അവരെ പിടിച്ചു നിർത്തുന്ന രീതിയിലേക്ക് ആ UDF കൺവീനർക്ക് ബെന്നി ബെഹനാന് സാധിച്ചില്ല. അതുകൊണ്ട് അത് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അങ്ങനെ KPCC സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യൻ താനാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ പിന്നോക്ക വിഭാഗങ്ങൾ, ദളിത് വിഭാഗത്തിൽ നിന്നും ഒരു KPCC അധ്യക്ഷൻ വരണം. അത് പാർട്ടി ഒരു മാതൃകയായി തന്നെ കാണിക്കും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ ആവശ്യം തന്നെ സജീവമായി നിൽക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ശ്യാമിലി, ബിനിലെ, ഇതിപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച ഇരട്ടപ്രഹരം എന്ന നിലയാണ്. കാരണം മുഖ്യമന്ത്രി ചർച്ചകൾ അതിരൂക്ഷമായി അതിൻ്റെ ചർച്ചകൾ പൊടിപൊടിക്കുകയാണ്. അതിലൊരു തീരുമാനം ഇതുവരെ ആയില്ല. അപ്പോൾ നിലവിൽ സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് കൂടി എത്തുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒഴിവിലേക്ക് ഇങ്ങനെയൊരു കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായും ഇത് കൂടുതൽ സങ്കീർണമാവുകയല്ലേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇദ്ദേഹവുമായി ചർച്ചകൾ നടത്താനോ മറ്റെന്തെങ്കിലും നീക്കുപോക്കോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതൃപ്തി ഇതുപോലെ മുഴച്ചു നിൽക്കുകയാണോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. അതാണ് ഇപ്പോൾ 7 ദിവസമായിട്ടും ആ ചർച്ച സജീവമായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. 3 നേതാക്കളും ഇപ്പോഴും ആ കടുംപിടുത്തത്തിൽ പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ്. അത് കോൺഗ്രസ് പാർട്ടിയെ കുറച്ച് നാണക്കേടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് സണ്ണി ജോസഫ് ഇന്നലെ പറഞ്ഞു, K മുരളീധരൻ ഇന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിമർശനാത്മകവും പരിഹാസരൂപേണയാണ് നേതാക്കൾ അതിനെ പറയുന്നത്. പാർട്ടി പ്രവർത്തകർക്കിടയിലും ഒരു അതൃപ്തിയുണ്ട്. ഇത്രയും 102 സീറ്റിലേക്ക് UDF-ന് മികച്ച ചരിത്ര ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടും ഒറ്റ പേരിലേക്ക് 7 ദിവസമായിട്ടും എത്താൻ കഴിയാത്തത് പാർട്ടിയെ സംബന്ധിച്ച് മോശമാണ്. അത് പാർട്ടി പ്രവർത്തകരും ആ രീതിയിൽ നവമാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഈ ഒരു പിടിവലി നടക്കുന്നത്. നേരത്തെ ശ്യാമിലി പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് ഉറപ്പായിട്ടും മന്ത്രിസഭയിൽ ഉണ്ടാകും. അത് കണ്ണൂരിൽ നിന്നുള്ള മന്ത്രിയായിരിക്കും അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹം KPCC പ്രസിഡന്റ് ആണ്. അപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേ മതിയാകൂ, അത് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുമ്പോൾ നേരത്തെ തന്നെ ന്യൂസ് മലയാളം റിപ്പോർട്ട് ചെയ്തതാണ്, തെരഞ്ഞെടുപ്പിന് ശേഷം KPCC പ്രസിഡന്റ് മാറുമെന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഈ ഒരു പിടിവലി നടക്കുന്നത്. നേരത്തെയും ഇക്കാര്യത്തിൽ ഒരു പിടിവലി ഉണ്ടായിരുന്നു. സണ്ണി ജോസഫ് വരുന്ന സമയത്ത് പോലും ബെന്നി ബെഹനാന്റെയും ആന്റോ ആന്റണിയുടെയും പേരുകൾ അവിടെ സജീവമായി നിന്നിരുന്നു. അങ്ങനെ ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് സണ്ണി ജോസഫിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഈ സമുദായ പരിഗണനയൊക്കെ വരികയും ചെയ്തിരുന്നു. നിലവിൽ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ്. അവിടെ മന്ത്രിസഭ ഉണ്ടാക്കാൻ പോവുകയാണ്. മന്ത്രിസഭയിലും ഈ രീതിയിൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കണം. അങ്ങനെ പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിക്ക് മാത്രമായിരിക്കും, അല്ലെങ്കിൽ SC വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി, ST വിഭാഗത്തിൽ ഒരു മന്ത്രി, അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദളിത് വിഭാഗത്തിൽ നിന്നും ഒരാൾ വന്നാൽ പാർട്ടി വലിയ മാതൃക കാണിക്കും. അതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക ആരാകും മുഖ്യമന്ത്രി എന്ന്. അവിടെ തന്നെ ഇനി KPCC പ്രസിഡന്റ് ആരാകണം എന്ന കാര്യത്തിലും ഒരു ചർച്ച നടക്കും. അത് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് കൂടുതൽ തലവേദനയാകും. എന്തായാലും വൈകാതെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. പക്ഷേ അത് ഉടനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം
കാരണം ഇനിയും ചർച്ചകൾ വേണ്ടി വരും. അങ്ങനെ ചർച്ചകൾ ചെയ്ത ശേഷമേ അക്കാര്യം തീരുമാനമാവുകയുള്ളൂ. എന്തായാലും ആ ചർച്ചകൾക്ക് ശേഷം അടുത്ത ചർച്ച KPCC പ്രസിഡന്റ് ആരാകണം എന്നുള്ളതായിരിക്കും. ശ്യാമലി. ശരി, ബിനിൽ ലീല സാബു ആണ്. എന്തായാലും കോൺഗ്രസിലെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കടന്നുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അതിലിപ്പോൾ മുഖ്യമന്ത്രി തർക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മന്ത്രിസഭാ രൂപീകരണവും അതിൻ്റെ വകുപ്പ് വിഭജന തർക്കങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. ബെന്നി ബെഹ്നാനുണ്ട്, ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷായി. ഇനി മറ്റാളുകളും ആന്റണി അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ഇതിൽ ഒരു കണ്ണുവെച്ചുകൊണ്ട് കരുനീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരും ചിത്രത്തിലേക്ക് വരുന്നത് കൂടി മറ്റൊരടിക്ക് കൂടി നമ്മളെല്ലാവരും എന്തായാലും സാക്ഷ്യം വഹിക്കുകയും അത്തരം വാർത്തകൾ വീണ്ടും വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരികയും ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.